തുടരുകയാണ്. ഉന്മാദം ഭാഗം 24. രചന ദിവ്യ ജി.കെ. അവതരണം നിള. നെഞ്ചുനീറി കണ്ണു പുകഞ്ഞപ്പോൾ ആദ്യമായി മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്ന് അത് ഗ്ലാസ്സിലേക്ക് പകർത്താൻ തുടങ്ങി. മദ്യം ഒഴിച്ചു വെച്ചിട്ട് ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ ശ്രമിച്ചപ്പോൾ ആകെ മൊത്തം പുകഞ്ഞ് നിർത്താൻ കഴിയാതെ ചുമയ്ക്കാൻ തുടങ്ങി. ചുമച്ച് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം ചാടാൻ തുടങ്ങിയപ്പോൾ സിഗരറ്റ് താഴെ കളഞ്ഞ് ബാത്റൂമിൽ പോയി വായും മുഖവും കഴുകി വാഷ് ബേസിനിലെ കണ്ണാടിയിലേക്ക് നോക്കി നിന്നപ്പോൾ അവന്റെ മനസ്സ് പറഞ്ഞു, തന്റെ ജീവിതത്തിലേക്ക് 3 വർഷം മുന്നേ കടന്നു വന്ന ഒരുത്തിക്ക് വേണ്ടി ഈ വിഷം കഴിച്ച് ഞാൻ എന്തിനാണ് നശിക്കുന്നത്? എന്നെ സ്നേഹിക്കാതെ ചതിച്ചിട്ട് നിഷ്കരുണം ഉപേക്ഷിച്ചു പോയ അവളെ ഓർത്ത് മദ്യപിക്കാനും സിഗരറ്റ് വലിക്കാനും തുടങ്ങുന്നത് ശരിയാണോ? ഞാൻ താടിയും മുടിയും വളർത്തി മദ്യപിച്ച് നശിച്ചു പോയാൽ അവൾക്ക് നഷ്ടമുണ്ടോ? പാതി വഴിയിൽ കയറിയവർ പാതി വഴിയിൽ തന്നെ ഇട്ടിട്ടു പോയതിന് ഞാൻ വേദനിക്കാൻ പാടില്ല, നശിക്കാൻ പാടില്ല. ഏറ്റവും നല്ലതുപോലെ ജീവിച്ചു തന്നെ കാണിക്കണം. എന്നെ പോലൊരുവനെ നഷ്ടപ്പെടുത്തിയതോർത്ത് ഒരിക്കലെങ്കിലും അവൾക്ക് സങ്കടം തോന്നണം. ഗ്ലാസ്സിൽ ഒഴിച്ചുവെച്ച സാധനം അതുപോലെ കളഞ്ഞ് മനസ്സിന് ധൈര്യം കൊടുത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ പഴയ നന്ദഗോപനായിരിക്കാൻ ശ്രമിച്ചവൻ കണ്ണാടിയിൽ നോക്കി മനോഹരമായി ചിരിച്ചു. ഹേമ പായിൽ കിടന്നുറങ്ങുന്ന മോളെയും നോക്കി തലയ്ക്ക് കൈകൊടുത്തിരുന്ന് ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. റിച്ചു അപ്പനും അമ്മയുമായി വഴക്കു കൂടിയതിനു ശേഷം അവരെ അടിച്ചു തള്ളിയിട്ടിട്ട് എന്നെയും മോളെയും പിടിച്ച് വീടിനകത്തേക്ക് കയറി. ഈ വീട്ടിൽ കാല് കുത്തിയതിനു ശേഷം റിച്ചുവിന്റെ പുതിയ മുഖം കണ്ട് ഹേമ തലകറങ്ങി നിന്നപ്പോഴാണ് അവൻ പറഞ്ഞത്, ഹേമേ, നീ ജീവിച്ചതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. ഗൾഫിൽ പോയി രക്ഷപ്പെട്ടിട്ട് നിന്നെ നല്ലതുപോലെ നോക്കണമെന്ന് വിചാരിച്ചതാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം ഇങ്ങനെയൊക്കെ ആയി തീർന്നു. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാം. അവൻ പറഞ്ഞത് കേട്ട് അവള് ആ വീടിന് ചുറ്റാകെ ഒന്ന് നോക്കി. അതൊരു വീടെന്ന് പറയാൻ കൂടി പറ്റില്ല. താൻ ഇതുവരെ ഇങ്ങനെയൊരു വീട്ടിൽ താമസിച്ചിട്ടില്ല. പലകയടിച്ച വീടിന്റെ പലയിടവും ഒളറ് കയറി പൊടിഞ്ഞ് ഊട്ട വീണ് പുറത്തെ വെളിച്ചം അകത്തേക്ക് കയറുന്നുണ്ട്. മുകളിലെ തുരുമ്പിച്ച തകര ഷീറ്റിൽ മുഴുവൻ മാറാല പിടിച്ചു കിടക്കുന്നു. സിമന്റ് തേച്ച തറ പലയിടത്തും വിണ്ടുകീറിയും ഇടിഞ്ഞും കിടപ്പുണ്ട്. തിണ്ണയിൽ നിന്നും അകത്തേക്ക് കയറിയതും ഹാളെന്ന് പറയുന്നതിന്റെ ഇടതു സൈഡിലായി ചെറിയ മുറിയും വലതുവശം ഓലമേന ചെറിയ ചായ്പും അത് അടുക്കളയായി ഉപയോഗിക്കുന്നതാണെന്ന് തോന്നി. ഹാളിന്റെ ഒരു മൂലയിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന പായയുടെ ഒരു വലിയ കെട്ടും അവിടെ തന്നെ അശയിൽ തൂക്കിയിട്ടിരിക്കുന്ന കുറച്ച് തുണികളുമല്ലാതെ വേറൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇരിക്കാൻ ഒരു കസാര കൂടിയില്ലാത്ത വീടോ? പുറത്തു നിന്നും അപ്പന്റെയും അമ്മയുടെയും ചീത്തയും പ്രാക്കും ഉറക്കെ അവളുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറി. നീ അവര് പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കേണ്ട. എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ തിരിച്ചു പറഞ്ഞാൽ മതി. ഇതാണ് എന്റെ മുറി, അല്ല ഇനി മുതൽ നമ്മുടെ മുറി. ഇതിന് മുറിയെന്ന് പറയാൻ പറ്റുമോ? ആ ചോദ്യം സ്വയം വിഴുങ്ങിയിട്ട് അവിടെ മുഴുവൻ നോക്കി ഒരു മൂലയിൽ അശ കെട്ടി തുണി മുഴുവൻ കൂട്ടിയിട്ടിരിക്കുന്നു. അതിന്റെ താഴെയായി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ട്രാവൽ ട്രോളി ഇരിപ്പുണ്ട്. താഴെ കിടന്ന പാ മടക്കിയിട്ട് കൂടിയില്ല. അതിനു മുകളിൽ ഒരു കൂറ തലയണയും അതിനേക്കാൾ കൊള്ളാത്ത ബെഡ്ഷീറ്റും ചുരുണ്ടുകൂടി കിടക്കുന്നു. മേശയാണോ ബെഞ്ചാണോ എന്നറിയാത്ത വിധം തടിയുടെ ഒരു സാധനം കിടക്കുന്നതിന് മുകളിൽ ഒരു കണ്ണാടിയും തലയിൽ തേക്കുന്ന ജെല്ലും പെർഫ്യൂമും പൗഡറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഹേമേ, നിനക്കിവിടെയും ഇവിടുത്തെ സൗകര്യങ്ങളും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേറൊന്നും ചെയ്യാനുള്ള കഴിവില്ല. നിന്റെ പുറത്ത് കിടക്കുന്ന സ്വർണം വിറ്റ് നല്ലൊരു റൂം എടുത്തിട്ട് നിങ്ങളെ രണ്ടുപേരെയും അവിടെ നിർത്തിയിട്ട് ഒരു വാടക വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബാക്കിയുണ്ട് എന്തെങ്കിലും ബിസിനസ്സും തുടങ്ങാമെന്ന് കരുതി. എല്ലാ പ്രതീക്ഷയും തല്ലിക്കെടുത്തി അയാൾ എല്ലാ സ്വർണവും ഊരി വാങ്ങിയില്ലേ? അന്നേരം ഞാൻ ആലോചിച്ചപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. ഞാനവിടെ ജോലി ചെയ്തെങ്കിലും എന്റെ സാലറിയെല്ലാം എന്നെ ജയിലിൽ നിന്നിറക്കിയതിനു വേണ്ടി അവർ തിരികെ പിടിച്ചിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും കുറച്ച് പൈസയുമല്ലാതെ വേറൊന്നും തന്നില്ല. നിന്റെ വീട്ടുകാർ എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ ഗതി വരില്ലായിരുന്നു. റിച്ചു, ഞാൻ ഇവിടെ എവിടെയാണ് മോളെ ഒന്ന് കിടത്തുന്നത്? ഒരു ഫാൻ കൂടിയില്ലാതെ കുഞ്ഞെങ്ങനെ സുഖമായി കിടക്കും? അവൻ പറഞ്ഞതിനൊന്നും മറുപടി പറയാതെ ഹേമ മോളുടെ കാര്യം ചോദിച്ചപ്പോൾ തറയിലെ പായിൽ വെള്ളമുണ്ട് വിരിച്ചു കൊടുത്തിട്ട് റിച്ചു പറഞ്ഞു, തൽക്കാലം നീ മോളെ ഇവിടെ കിടത്ത്. എന്റെ കയ്യിൽ 2000 രൂപയും കൂടിയേ ഉള്ളൂ.
അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ ഇനി ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. അവൻ വിരിച്ചു കൊടുത്ത തുണിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് മോളുടെ അരഞ്ഞാണമൂരി റിച്ചുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഹേമ പറഞ്ഞു, ഇത് വിറ്റിട്ട് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുക. എനിക്ക് മോളെ ഇങ്ങനെ തറയിൽ കിടത്താൻ കഴിയില്ല. കുഞ്ഞു വിയർക്കുന്നത് കണ്ടോ? അല്പം പോലും ചൂടടിക്കാതെ എസിയിൽ കിടന്നു വളർന്ന കുഞ്ഞാണ്. നല്ലൊരു ഫാനെങ്കിലും വാങ്ങിക്കണം. അത് വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് റിച്ചു പറഞ്ഞു, ഞാൻ നിനക്കും മോൾക്കും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം. എന്നിട്ട് പോയി അത്യാവശ്യം വേണ്ടുന്നതൊക്കെ വാങ്ങാം. റിച്ചുവിന്റെ മുഖത്ത് കുഞ്ഞിന്റെ അരിഞ്ഞാണമൂരിയതിന് യാതൊരു സങ്കടമോ അല്ലെങ്കിൽ അത് വേണ്ടെന്നൊരു വെറും വാക്കോ കൂടി പറഞ്ഞില്ലെന്നത് ഹേമയുടെ ഉള്ളിൽ കുഞ്ഞു നോവായി മാറി. റിച്ചു പോയതും പലകയുടെ വാതിൽ ചാരി അതിലെ ചെറിയ കൊളുത്ത് പിടിച്ചിടുമ്പോൾ അത് അടയ്ക്കുന്നതും അടയ്ക്കാത്തതും ഒരുപോലെയാണെന്ന് ഹേമയ്ക്ക് തോന്നി. ആ മുറിയിൽ നിന്ന് ഡ്രസ്സ് മാറാൻ കൂടി തോന്നിയില്ല. എന്നിട്ടും ഗതികേട് കൊണ്ട് സാരി മാറ്റി ഒരു നൈറ്റി ധരിച്ച് ബാത്റൂമിൽ പോകാനായി പുറത്തേക്കിറങ്ങിയപ്പോൾ തിണ്ണയിൽ ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ നടുവിലിരിക്കുന്ന റിച്ചുവിന്റെ അമ്മയെ കണ്ടപ്പോൾ ഇറങ്ങിയതുപോലെ തന്നെ തിരിച്ച് അകത്തേക്ക് കയറിയിരുന്നു. റിച്ചു ഫുഡും കൊണ്ട് വന്നപ്പോൾ അവനൊപ്പമാണ് ബാത്റൂമിൽ പോകാൻ ഇറങ്ങിയത്. ബാത്റൂം എന്ന് പറയാൻ പറ്റാത്ത ചെറിയ മുകള് മറയ്ക്കാത്ത മറപ്പുരയിൽ വെള്ളവുമായി മുള്ളാൻ കയറിയപ്പോൾ മൂത്രത്തിന്റെ സ്മെല്ലടിച്ച് അവൾക്ക് ഓക്കാനും വന്നു. വൃത്തിഹീനമായ അന്തരീക്ഷം ഹേമയ്ക്ക് ഉൾക്കൊള്ളാൻ കൂടി കഴിഞ്ഞില്ല. പുറത്തേക്കിറങ്ങിയ ഹേമയോട് റിച്ചു പറഞ്ഞു, നിനക്കിവിടുത്തെ സാഹചര്യങ്ങൾ ഒട്ടും പറ്റുന്നില്ലല്ലേ? കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഞാൻ എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചിട്ട് നമുക്ക് നല്ലൊരു വീടെടുത്ത് മാറാം. അവിടുന്ന് അന്നേരം തന്നെ ഓടിപ്പോകണമെന്ന് തോന്നിയെങ്കിലും വേറെ നിവർത്തിയില്ലാത്തതിനാൽ ഒരു നെടുവീർപ്പിട്ട് ഹേമ തലയാട്ടി കാണിച്ചു. നീ ഫുഡ് കഴിച്ചിട്ട് മോൾ ഉണരുമ്പോൾ മോൾക്കും കൊടുക്ക്. ഞാൻ സാധനമൊക്കെ വാങ്ങിയിട്ട് വരാം. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് കൂടി വാങ്ങിക്കണം. റിച്ചുവും കൂടി കഴിച്ചിട്ട് പോയാൽ മതി. നീയും കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വയ്യ. ഇവിടെ എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ഹേമേ, അതൊക്കെ പതിയെ മാറിക്കോളും. ഇങ്ങനെയൊരു സ്ഥലത്ത് ആദ്യമായി എത്തിപ്പെട്ടതിന്റെ ബുദ്ധിമുട്ടാണ്. പോകെ പോകെ എല്ലാം ശരിയാകും. അത് പറയുന്ന റിച്ചുവിനെ നോക്കി ഹേമ തെളിച്ചമില്ലാതെ ചിരിച്ചു. റിച്ചു കൊണ്ടുവന്ന കവറിൽ നിന്നും 2 പൊതിയെടുത്ത് അടുക്കളയിൽ വെച്ചിട്ട് ഉറക്കെ പറഞ്ഞു, ചോറ് വാങ്ങിയത് ഇവിടെ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം. നീ വാങ്ങിയത് നിന്റെ അച്ചിക്ക് കൊടുത്താൽ മതി. എനിക്ക് നിന്റെ ഒന്നും വേണ്ട. ഞാനും അങ്ങേരും എന്തെങ്കിലും കഴിച്ചു കിടന്നോളാം. അമ്മ അത് പറഞ്ഞതും അതേ കലിപ്പോടെ റിച്ചു പറഞ്ഞു, വേണ്ടെങ്കിൽ തിന്നണ്ട. നിങ്ങൾ തിന്നണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഭക്ഷണവും കഴിച്ച് റിച്ചു പോയതിനു ശേഷം മോൾ ഉണർന്നപ്പോൾ അവൾക്കും ചോറ് കൊടുത്ത് പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ ഈ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മോൾ ആകപ്പാടെ കരഞ്ഞു വശം കെട്ടപ്പോൾ ഒന്ന് മേല് കഴുകിച്ച് മുറ്റത്ത് കൊണ്ടു നടന്നപ്പോൾ നാട്ടുകാരുടെ നോട്ടം സഹിക്കാൻ വയ്യാതെ തിരികെ ഇതിനകത്ത് കയറിയിരുന്നു. രാത്രിയും മോൾക്ക് ചോറ് കൊടുത്താൽ കഴിക്കാത്തതിനാൽ തന്റെ പാല് തന്നെ കൊടുത്ത് ഉറക്കി കിടത്തിയതാണ്. ഫാൻ ഇല്ലാത്തതിനാൽ ഉറക്കം ശരിയാകാതെ നെളിപിരി കൊള്ളുന്നുണ്ട്. റിച്ചുവിന്റെ അമ്മയുടെ നോട്ടവും ചുണ്ടിന്റെ അടിയിലെ സംസാരവും സഹിക്കാൻ കഴിയുന്നില്ല. ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ടും റിച്ചു പോയ ഉടനെ അവർ അതെടുത്ത് കഴിച്ചിരുന്നു. ഇവരുടെ ഇടയിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കും? റിച്ചുവിന്റെ ശബ്ദമാണ് ചിന്തകളിൽ നിന്നും ഹേമയെ ഉണർത്തിയത്. നീ മോളെയും എടുത്ത് പുറത്തേക്കിറങ്ങി നിൽക്ക്. അവൻ പറഞ്ഞതും മോളെയും വാരിയെടുത്ത് ഹേമ ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തേക്ക് ഒരു പ്രത്യേക ഭാവത്തോടെ നോക്കി നിൽക്കുന്ന റിച്ചുവിന്റെ അമ്മയെ കണ്ടപ്പോൾ ഹേമ പലകയിൽ ചാരി മോളെ പൊതിഞ്ഞു പിടിച്ച് എങ്ങോട്ടും നോക്കാതെ തലകുനിച്ചു നിന്നു. ചിന്തകളുടെ നടുവിലായതിനാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഹേമ അറിഞ്ഞതേയില്ല. ഹേമേ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. നീ എന്താ ആലോചിക്കുകയാണ്? തോളിൽ തട്ടി റിച്ചു ചോദിച്ചപ്പോഴാണ് അവൾ സുബോധത്തിലേക്ക് വന്നത്. ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുപോയി. നീ പോയി റൂം നോക്കിയേ. റിച്ചു പറഞ്ഞതും ചാരിയ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഡബിൾ കോട്ടിന്റെ കട്ടിലും മെത്തയും മുകളിൽ കറങ്ങുന്ന ഫാനും താഴെ കൂളറും അശ കിടന്ന സൈഡിലായി അലമാരയും വാതിലിൽ കർട്ടനും ആകെ മൊത്തം റൂമിന് മാറ്റം വന്നെന്ന് തോന്നിയപ്പോൾ ഹേമയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി. ആശ്വാസത്തിന്റെ മുകളിൽ കനല് പോലെ റിച്ചുവിന്റെ വാക്കുകൾ ഹേമയുടെ കാതുകളിൽ പതിഞ്ഞു.